നേരെ പിടിച്ചോ. ഇത് ഇവിടുന്ന് കിട്ടിയാൽ ഹലോ. അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരത്തെ നമ്മൾ അളവ് കാണിച്ചെന്ന ഫ്രോക്കാണിത്. തട്ട് വന്നിട്ടുണ്ട് 3 പാർട്ട്, 1, 2, 3 തട്ട് ബോഡി പാർട്ട്. അങ്ങനെ മൊത്തം 4 കട്ടിങ് ആണ് വരുന്നത്. 1, 2, 3, 4. ഇപ്പൊ ഇതിന്റെ അളവ് കാണിച്ചിരുന്നു, ഇതിന്റെ കട്ടിങ് കാണിച്ചില്ല. കട്ടിങ് എല്ലാവരും ശ്രദ്ധിക്കുക. തുണി ഇടുന്നത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാതെ തുണിനെ നല്ല വശം ഉള്ളിലേക്ക് ഇട്ടിട്ട് 2 എടുക്കുക. 2 കരഭാഗം നമ്മളെ എടുത്തോട്ടിടുക. 2 കരഭാഗം ഇട്ടിട്ട് നേരെ സെന്റർ മടക്കുക, 4 മടക്കുക. ഇവിടെ ഉക്കിന് സുഖിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് സ്പേസ് ഇടുക. 1 ഇഞ്ച് തുമ്പിട്ട് കൊടുക്കുക. തുമ്പിട്ടിട്ട് അതിനെ ലെവലാക്കി കട്ട് ചെയ്യുന്നില്ല, ഒന്ന് സ്ട്രെയിറ്റ് ആക്കി കൊടുക്കുക. ഇതിപ്പോ ചെറിയ കുട്ടികൾക്ക് അതുകൊണ്ട് നമുക്ക് ഡബിൾ മടക്കത്തിൽ കിട്ടും. വലിയവർക്ക് ഇങ്ങനെ കിട്ടൂല. വലിയവർക്ക് നമ്മൾ ഫ്രണ്ട് ആദ്യം എടുക്കണം. വലിയ ആളുകൾക്ക് ഫ്രണ്ട് എടുത്തിട്ട് പിന്നെ ബാക്ക് കട്ട് ചെയ്യുക. അത് കുട്ടികളുടെ അതുകൊണ്ട് നമുക്ക് ബാക്കും ഫ്രണ്ടും ഒരുമിച്ച് കിട്ടണം. അപ്പോൾ ഒരുമിച്ച് തന്നെ മടക്കിയിട്ടിരിക്കുന്നത്. അതിന്റെ അടിഭാഗം നമുക്ക് യോക്കിന്റെ അവിടെ യോക്കിൽ പോകുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വരും. ഇനി നമ്മുടെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് യോക്ക് 10 ഇഞ്ച്. അപ്പോൾ 1 ഇഞ്ച് തുന്നിട്ടുമ്പോൾ ബോഡിക്ക് 11 ഇഞ്ചിനെ മാർക്ക് ചെയ്തെടുക്കുക. റിഗാള് 10 ഇഞ്ച്. 10 ഇഞ്ചില് സ്ലീവ് ഇല്ലാത്തതുകൊണ്ട് 5 ഇഞ്ചിൽ തന്നെ കൊടുക്കുക. സ്ലീവ് കുറച്ച് ഇറങ്ങിയിട്ട് നിന്നോട്ടെ. ഇനി അതിന് 2 ഭാഗം നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് നേരെ ലെവലായിട്ട് വരച്ചു കൊടുക്കുക. ഇനി ഷോൾഡർ എടുക്കുക. ഷോൾഡർ കൈയില്ല, അപ്പൊ നമുക്ക് 10 ഇഞ്ചിന്റെ പകുതി 5 ഇഞ്ചിന് വൺ സൈഡ് എടുക്കുക. മേലെ ഭാഗത്തും 5 ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ബോഡി ഷേപ്പ് 12.5 ഇഞ്ച്. 12 25 ഇഞ്ച് ചുറ്റളവ്. അപ്പൊ അതിന്റെ വൺ സൈഡ് ആയിരുന്നു 12, 12ന്റെ 6.25 ഇഞ്ച്. അപ്പൊ 6.25 12.5 കിട്ടും. താഴെ ഷേപ്പിന്റെ അവിടെ 12 ഇഞ്ച്, അപ്പൊ 6 ഇഞ്ച്. ഇനി അതിനെ ഒന്ന് ലെവലെ ഷേപ്പിന്ന് ചെസ്റ്റ് ഷേപ്പിന്റെ അടുത്തോട്ട് ഷേപ്പായിട്ടൊരു വരച്ചു കൊടുക്കുക. ഇനി നമ്മളെ ഷോൾഡറിനെ നേരെ റിഗാണ്ടവർക്ക് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുക. റിഗാണ്ട് എന്റെ ലാസ്റ്റിലേക്ക് കൊടുക്കുക. ഇനി നമ്മളെ കഴുത്ത് നമുക്ക് കുട്ടികൾക്ക് 4 ഇഞ്ച് വൈഡ് മതി. അപ്പൊ 4 ഇഞ്ചിന്റെ പാതി 2 ഇഞ്ചിൽ ഇങ്ങനെ കൊടുക്കുക. ഇനി ബാക്ക് കഴുത്ത് 1.5 ഇഞ്ച് മതി. 1.5 ഇഞ്ചിലും മാർക്ക് ചെയ്യുക. 2 ഒരു 3 ഇഞ്ചിലും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ ആദ്യം അടിഭാഗം ഒന്ന് ലെവലാക്കി കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം മേലെ ഭാഗം ബോഡി പാർട്ട് ഇങ്ങനെ ലെവലാക്കി ഫുള്ളായിട്ട് കൈ. ഇതിനെ താഴത്തിട്ട് തൽക്കാലം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കഴുത്ത് ഫ്രണ്ടും ബാക്കൂടെ ഒരുമിച്ച് വെട്ടുക. ആദ്യം ബാക്കിന്റെ അളവിന്. ഇനി ബാക്കിനെ മാറ്റി വെച്ചിട്ട് ഫ്രണ്ട് 2 പീസ് മാത്രം. ഫ്രണ്ടിന്റെ പീസ് കഴുത്തിന് റൗണ്ടായിട്ട് 3 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിരുന്നു. ആ മാർക്കിൽ നേരെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇനി ഷോളർ കഴുത്തിന്റെ അവിടുന്ന് ഷോളറിന്റെ താഴോട്ട് റിഗാളിന്റെ അവിടെ 1/4 ഇഞ്ച് ഒന്ന് ഷേപ്പായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഷോളറിന്റെ അവിടെ പൊങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ നേരെ ഷോൾഡറിന്റെ ഒന്ന് റിഗാളിലോട്ട് താഴെ ചെസ്റ്റിന്റെ അടുത്തോട്ട് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്ത്. ഇനി ഒരു 1.5 ഇഞ്ച് സ്പേസ് കുമ്പിട്ടിട്ട് സൈഡ് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് അടിക്കാനുള്ള മാർക്കിന് ഒന്നിങ്ങനെ ചെറിയൊരു കട്ട്. അപ്പൊ ഫ്രണ്ട് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് താഴ്ഭാഗം. ബോഡി അവിടെ മാറ്റി വെച്ചു. ഇനി താഴ്ഭാഗം നമുക്ക് എടുക്കണം. താഴ്ഭാഗം 3 കട്ടിങ് ആണ് വരുന്നത്. അപ്പൊ തുണി അങ്ങനെ എടുക്കണം എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നമ്മൾ മടക്കിയതുപോലെ തന്നെ നമുക്ക് തുണി ധാരാളം ഉണ്ട്. അപ്പൊ തുണിനെ നമ്മൾ ആദ്യം നേരെ സെന്റർ മടക്കി പിടിച്ചു. ഇനി അറ്റം മറ്റേ അറ്റം